ഗായ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വൈകുന്നേരത്താണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം നിൽക്കുന്നത് എവിടെയാണ്? നമ്മളിപ്പം തമ്പാനൂർ ആവാറായിട്ടുണ്ട്, അട്ടക്കുളങ്ങര അല്ലേ. നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു ക്യാമറ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ക്യാമറ എന്ന് വിചാരിക്കും, നിങ്ങൾ വിചാരിക്കും എന്തൊരു ക്യാമറയെന്ന്. ഗൈസ്, നമ്മളിന്ന് സോണിയുടെ ZV-E10 Mark II എടുക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാമറ ഒന്നും അല്ല, ഒരു ബിഗിനർ ലെവൽ ക്യാമറയാണ്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പം ഒരു കയ്യിലൊരു ക്യാമറയും കൂടി കാണണം. നമുക്ക് ചില ആവശ്യങ്ങളിൽ നമുക്കത് ഉപകാരപ്പെടും. നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാം, അതുപോലെ റീൽസ്, പ്രോഡക്റ്റ് ഷോട്ട്, പ്രോഡക്റ്റ് പ്രൊമോഷൻ. ഇപ്പം ഒരു ക്യാമറ എടുക്കണമെന്ന് കുറെ നാളോട് ആഗ്രഹിക്കുന്നു. അപ്പം ഒരു മിറർലെസ് ക്യാമറ സോണിയാണല്ലോ കിങ്. അല്ല, കിങ് അങ്ങനെയെന്ന് വെച്ചാൽ അപ്പോൾ ആൾക്കാർ പറയാൻ വന്നാൽ നിക്കോണും കനോണൊക്കെ അങ്ങനെയല്ല. എനിക്ക് സോണിയുടെ ഒരു കളർ ടോണും അതിൻ്റെ ഒരു വീഡിയോയുടെ ഔട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോണിയുടെ ഒരു വേറൊരു ബ്യൂട്ടിയാണ് സോണിയുടെ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എൻട്രി എന്നൊക്കെ തുടങ്ങാൻ ഗൈസ്. ആദ്യമേ പോയി ഭയങ്കര വലിയ ക്യാമറ എടുക്കുന്നില്ല. ഇത് ലേറ്റസ്റ്റ് ക്യാമറ കേട്ടോ. ZV-E10 Mark II എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് 5 മാസമേ ആവുന്നുള്ളൂ. പുതിയ മോഡൽ ക്യാമറയാണ്, 2024 മോഡൽ ക്യാമറയാണ്. അപ്പോൾ Mark II പുതിയ ക്യാമറയാണ്. അത് കിട്ടാനും ഇല്ല. നമ്മൾ ഓൺലൈനിലുണ്ട്, കടയിൽ തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ട് 1 വീക്ക് ആയിട്ടാണ് എനിക്കിപ്പോൾ സാധനം എടുത്തു തരുന്നത്. അപ്പം എന്തായാലും നമ്മളിന്ന് ക്യാമറയും ലെൻസും കൂടി, ഒരു വൈഡ് ലെൻസും എടുക്കുന്നുണ്ട്. രണ്ടും കൂടി പോയി നമുക്കിന്ന് എടുക്കാം. നമ്മളെ ബാബാസിൽ നിന്നാണ് എടുക്കുന്നത്. ബാബാസിലാണ് കഴിച്ച് നമ്മളെല്ലാ സാധനങ്ങളും ബാബാസിൽ നിന്ന് വാങ്ങുന്നത്. മൃദുലക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത ആഹ്ലാദിപ്പിൻ അറമാദിപ്പിൻ. ഈ വണ്ടി പനരായി കിടക്കുവാണ്. ഈ വണ്ടിയുടെ മൂട്ടി വന്ന് ഞാൻ പെട്ട് കഷ്ടമാണ്. ബാക്കി എല്ലാരും പോയി, നീ മാത്രം എന്തിനെ കൊണ്ട് പോകുന്നില്ല? ഞാൻ ഇതൊക്കെ കേട്ടിങ്ങനെ അന്തം വിട്ടിരിക്കുവോ? എനിക്ക് ക്യാമറയുടെയും കാര്യങ്ങളൊന്നും എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും എനിക്ക് ഒന്നും അറിഞ്ഞൂടി. ഈ പറയുന്ന കേട്ടിട്ട് ഇതൊക്കെ എപ്പൊ കുത്തിരുന്ന് കണ്ട് പഠിച്ചതൊക്കെ എടുത്തിട്ട് വരാം. അത് കാണുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കില്ലേ? ചെറിയ ഹാൻഡി ക്യാമറ ഇരിക്കുന്ന വലിയ പഠിപ്പിക്കണോ? അതെങ്ങനെ പഠിപ്പിക്കാം. എനിക്കും അറിയത്തില്ലല്ലോ, ചോദിച്ചു പഠിക്കാം. അല്ല, എനിക്കും അറിയത്തില്ല. കനോൺ കണക്കല്ലല്ലോ, ഓരോ ബ്രാൻഡ് മാറുമ്പോഴും അതിന്റെ വ്യത്യാസങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ, സോണി ZV-E10 Mark II അല്ലേ? വലിയ പേരാ. ഒന്ന് പറഞ്ഞ വലിയ പേരാ, സോണി E10 Mark II. നിങ്ങൾ വേറെ എന്തൊക്കെയാ പറഞ്ഞ എന്റെ ഇടയ്ക്ക്? സിഗ്മ 1.4. ഇത് ലെൻസ് പിന്നെ അതിനകത്തിടാൻ വേണ്ടല്ലോ. ഇത് അത് ചുമ്മാ കവർ 64 GB മെമ്മറി കാർഡ് ഉണ്ടെന്നകത്ത്. ഉണ്ടോ? കാണണ്ട, ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞുതരാം വേറെ കണ്ടത്. നോക്കിട്ട് പറഞ്ഞുതരാം. ഇത് നോക്ക്, ഹാഷ്ടാഗ് കൂടെ നോക്ക്. എന്ത് വ്ലോഗ് വിത്ത് സോണി? നമ്മള് വ്ലോഗ് സോണിയുടെ കൂടെ ഇല്ല, ഐഫോണിന്റെ കൂടെ ഉള്ളൂ. പേപ്പറൊന്നും വേണ്ട, കുട്ടി സാധനമല്ലേ, ഇച്ചിരിയേ ഉള്ളൂ. നമ്മളെ പണ്ടിരുന്ന ക്യാമറ എന്ത് മുതുക് ക്യാമറ ആയിരുന്നു. പൊളി. നോക്ക്, വെറുതെ ക്യൂട്ടില്ലേ. ഇത് 2 ഇയർ ഉണ്ടോ വാറണ്ടി? 2 വർഷമല്ലോ ആണോ? ചൈനയിൽ എഴുതിയ. ചൈനയാണോ ജപ്പാനാണോ? ഇത് ജപ്പാനാണോ? അറിയില്ല, എന്തേലും ആയിക്കോട്ടെ. ഇത് ക്യാമറ ഒക്കെ പോയിട്ടുണ്ടല്ലേ. വൈഡ് ലെൻസ് ദൂരത്തുള്ള എടുക്കണോ? അല്ല, വൈഡ് നമ്മളെ ഈ ഐഫോണിൽ കിട്ടുന്നില്ലേ ഈ വൈഡ്, അത് കണക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബൊക്കെ ആയിട്ട് കിട്ടുമെന്നാണ് ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഈ ചേട്ടനാണ് വഷളാക്കുന്ന ഏട്ടനെ. ഇതിന്റെ ഫീച്ചർ അതുകൊള്ള ഇത് വഷളാക്കി ഓരോന്ന് വാങ്ങിക്കുന്ന. സെറ്റ് ചെയ്തിട്ട് വരാം ക്യാമറ. മാർക്കിയാണ് മാറ്. മോന്റെ മോന്തേന്ന് എടുക്കട്ടെ പെണ്ണേ. എന്റെ പെണ്ണെ ക്യാമറ കൊണ്ട് ഇരിക്കാതെ മോന്ത എടുക്കട്ടെ. കാണട്ടെ, ഇഷ്ടപ്പെട്ട സാധനം. എന്തിരുത് ഇത് പുട്ട് പറ്റിയത്? അങ്ങനെ നിക്ക്. മാറില്ലേ. ഇതെന്താ നാച്ചുറൽ എളുപ്പാ? എന്തോ എന്ത് ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ നോക്കി. നമ്മളിപ്പോലും ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ക്ലാസ്സിൽ. എന്തോ ഈ ഗാഡ്ജറ്റ്സിനോടൊക്കെ ഭയങ്കര ഒരു സ്നേഹവും ഭയങ്കര ഒരു ഇഷ്ടമാണ് ഏട്ടന്. പുതിയ സാധനങ്ങളൊക്കെ ഒരു ട്രൈപോഡും കൂടി വാങ്ങിച്ചു കേട്ടോ. നമ്മളിരിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പഴയ ട്രൈപോഡ്. ക്യാമറയുടെ വെയിറ്റ് താങ്ങത്തില്ല. അതെ, അല്പലാഭം നോക്കിയിട്ട് ലാസ്റ്റ് പിന്നെ ക്യാമറ പൊട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത്യാവശ്യം ക്യാമറ വാങ്ങാൻ സ്ട്രോങ് ആയിട്ട് ട്രൈപോഡ് വാങ്ങിച്ച്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി വീട്ടിലേക്കുള്ള ഷോപ്പിംഗ് കഴിഞ്ഞ് ഏട്ടൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞിനി.
വീട്ടിലേക്ക് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങി, ഫ്രിഡ്ജ് വാങ്ങി, എല്ലാം വാങ്ങിച്ചു. ഇനി എന്തിനാ വീട്ടിലേക്ക് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഗൈസ്. ഇനി ഈ വർഷത്തേക്ക് ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞ പരസ്യത്തില്ലേ? ഇല്ല, എനിക്ക് കുറച്ച് ഈ വർഷം ഇനി 10 ദിവസം കൂടെ ഉള്ളു. അടുത്ത വർഷം ഗെയിം വാങ്ങാണ്ട് 2-3 ഡിസ്ക് വാങ്ങിച്ചത് മതി, ഇനി വാങ്ങിക്കുന്നില്ല. സാധനം പാക്ക് ചെയ്തില്ല, നമ്മൾ അതിന് മാത്രമേ എടുത്തോളൂ, വേറെ ഒന്നും എടുത്തില്ല. ഡിസ്കോ നിനക്ക് ആ ലെൻസിൻ്റെ വില അറിയോ? ബാ ഞാൻ പരിചയപ്പെടുത്തി തരാം. ബ്രോ, ഈ ലെൻസിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ലെൻസിൻ്റെ വില കൂടില്ലെന്ന് പറഞ്ഞത്. താഴെ ഇരിക്കുന്ന വെള്ളയാണോ? 12 lakh. ഏതിനാ താഴെ ഇരിക്കുന്ന വെള്ളം? 12 ലക്ഷം. ആരെങ്കിലും വാങ്ങിക്കുവോ? തുടങ്ങി ഡിസ്പ്ലേക്ക് വാങ്ങിക്കുന്നവരെ കൊണ്ട്. ഇത് നമ്മൾ മറ്റേ സിംഹത്തിൻ്റെ ഒക്കെ പുലി. ഇതിന്റെ യൂസ് എന്തായിരിക്കും? നമുക്ക് പിന്നെ അതിനോടുള്ള സ്കില്ലില്ലാത്തതുകൊണ്ട് നമുക്ക് വേണ്ട. 12 ലക്ഷം രൂപയുടെ ഇതാ ലെൻസ് ആട്ടാ നിങ്ങൾ കാണുന്നത്. എന്റെ മോനെ, ഇത് ക്യാമറയിൽ ഫിറ്റ് ചെയ്യോ? നമ്മളെ ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഏത് ക്യാമറയിലാണ് പോകുന്നത് ഫിറ്റ് ചെയ്യുന്നത്? കാനോണിന്റെ. ഇത് അതെത്ര റേറ്റ് വരുന്നത്? 174. 800 mm ഇല്ലേ? അതിന്റെ ടെമ്പറിൽ നിന്ന് സൂം ചെയ്താൽ അങ്ങ് താഴെത്തും. നമുക്കല്ലേലും വേണ്ട, കാണിച്ച് പരിചയപ്പെടുത്തുന്നേ. ഈ കാട്ടി മുക്കിടന്ന് നിനക്ക് പരിചയപ്പെടുത്തി തരും, കണ്ട് പഠിയാൻ കൊണ്ടുവന്നേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ. അത് തൊട്ടൊക്കെ തൊഴുന്ന ക്യാമറയ്ക്ക് 12 ലക്ഷം രൂപയുടെ ക്യാമറ ലെൻസ്. എന്താണ് വൈൽഡ് ലൈഫ്? പുലി ഇരിക്കുന്നുണ്ടല്ലേ? പുലി ഉണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് നന്നാ. ക്യാമറ എന്ന് പറഞ്ഞു വന്നത് നോക്ക്. രണ്ടാൾക്കാർ ചെറിയ സാധനം വാങ്ങിച്ചിട്ടുള്ള അമ്മ ഇത് മൊത്തം വാങ്ങിച്ചതാന്ന്. അതൊക്കെ ഉണ്ടോന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. മോനെ, ഇതാണ് ബാബാ സങ്കിൾ. ബാബാ സങ്കിൾ നമുക്ക് വലുതാകുമ്പം പരിചയപ്പെടാം. ഗൈസ്, അപ്പോൾ നമ്മളിത് ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഇതാണ് നമ്മുടെ ക്യാമറയിൽ ലെൻസ് നമ്മളിപ്പോൾ വാങ്ങിച്ചത്. ഇത് ഭയങ്കര ചെറിയ ക്യാമറ കേട്ടോ. നമ്മൾ പണ്ട് കാനോണിൻ്റെ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കാനോൺ 200D എന്ന് പറഞ്ഞ് പഴയ മോഡലാണ്. അത് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3-4 കൊല്ലമായെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എന്തോ വലുതാണെന്നറിയോ. ഇത് ഈ ലെൻസ് ഊരി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പോക്കറ്റിലെടുത്ത് ഇങ്ങനെ വെക്കുന്ന ടൈപ്പ് കേട്ടോ. അത്രയ്ക്കും ഭയങ്കര ചെറിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്യാമറയാണ്. അത് കുറച്ച് ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ലെൻസും ഇതും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളൊരു ലെൻസും സിഗ്മയുടെ ഒരു ലെൻസും വാങ്ങിച്ചു, ഈ ഒരു ബോഡിയും വാങ്ങിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു ക്യാമറ പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ ക്യാമറ ഇങ്ങനെ എടുക്കാം, ഇത് നമുക്ക് വ്ളോഗ് ചെയ്യുന്ന ടൈം തന്നെ ഇതിങ്ങനെ സ്വിച്ച് ചെയ്യാം. നമ്മുടെ മോന്തായം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ മോന്തായം കണ്ടുകൊണ്ട് എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ സെൽഫി ആകുമ്പോൾ നമ്മൾ മുഖത്ത് ഇതിനകത്തല്ലേ നോക്കും, ഡിസ്പ്ലേയിൽ. ഡിസ്പ്ലേ നോക്കിയിരിക്കുമ്പോൾ വീഡിയോ കാണുന്നവർക്ക് വേറെ അങ്ങോട്ടോ നോക്കുന്നവർക്ക് തോന്നും കേട്ടോ. നമ്മൾ കറക്റ്റ് നമ്മൾ ആ ക്യാമറ തന്നെ നോക്കണം, അത് നമ്മുടെ മൈൻഡ് മാറിക്കും. ഇനി നമുക്ക് നേരെ സോണി ZV-E10 Mark IIലെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. 3, 2, 1, boom. ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ZV-E10 Mark IIൻ്റെ ആ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ ഗൈസ്? ഇത് അത്യാവശ്യം നല്ല വൈഡാണ് കേട്ടോ. എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് എൻ്റെ ആ ലെൻസിനകത്ത് തൊടാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. അത് നമുക്ക് കൊള്ളാം. നമ്മൾ ഫോൺ ഷൂട്ട് ചെയ്യുന്നത് പോലെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു ട്രാക്കിങ്, നമ്മളൊരു പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അത് കാണിച്ചു തരാം. ലുക്ക് അറ്റ് ദാറ്റ് ഗൈസ്. നല്ല ഫാസ്റ്റായിട്ട് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ലേ. ഇത് ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിച്ച ഒരു കാർഡാണ്. ഈ ഫോണിൻ്റെ ഇത്രയേ ഉള്ളൂ ക്യാമറ. ഈ ഫോണിനകത്ത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫോൺ വയ്ക്കുന്ന പോലെ ക്യാമറയുടെ ബോഡി നമുക്കിങ്ങനെ പോക്കറ്റിൽ കൊണ്ട് കിടക്കാം. അതാണ് നമ്മുടെ ZV, നമ്മുടെ പുതിയ ക്യാമറയുടെ വിശേഷങ്ങൾ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ. ഇത് എത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ ഗാഡ്ജറ്റിനാണ് പറ്റിയെന്ന് ആർക്കും അറിയാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയൊരു ക്യാമറ വാങ്ങിച്ചപ്പോൾ നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി എൻ്റെ വിശേഷങ്ങൾ അതാണ് വന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ട് ഈ ഒരു വ്ളോഗ് ഇവിടെ എൻ്റെ ആണ് സുഹൃത്തുക്കളെ. ഇതൊരു കുട്ടി ഒരു വ്ളോഗായിരിക്കും. അപ്പം ഇത് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ക്യാമറ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കോ ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവട്ടെ. ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനുള്ള ബൈ.